ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. സോ സ്പെഷ്യൽ ഡേ വിത്ത് എ സ്പെഷ്യൽ പേഴ്സൺ. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് December 3 ആണ്. December 3 ഈവനിങ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോറം മോളൊക്കെ പോയി കറങ്ങിയിട്ട് വരുന്നതാണ്. വല്ലപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ പുറത്തു പോകാറുണ്ട്. ഇതിപ്പം ജോ കുറേ നാളായിട്ട് എൻ്റെ അടുത്തില്ലായിരുന്നു. അപ്പോൾ അവൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു 2 days എന്തോ ആവുന്നേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് കുറേ നാൾക്ക് ശേഷം വന്നതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ പോയി. എൻ്റെ വേറൊരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു, നീതു. അവളെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണ്. സോ വരുന്ന വഴിക്ക് ആ സ്പോട്ടിൽ തോന്നിയതാണ് ഇങ്ങനെ വ്ളോഗ് എടുക്കാമെന്ന്. ഈ വ്ളോഗിന്റെ ശ്രദ്ധയ്ക്ക് ഇതിന് ശേഷം ഏതെങ്കിലും ശരീരഭാഗം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആ പട്ടിയുടെ വായി കാണും. അതെങ്ങനെ തിരിക്കുന്നേ? ഇതെങ്ങനെ തിരിക്കുന്നേ? തിരി നമ്മൾ മൈൻഡ് ചെയ്യില്ല, നമുക്ക് ഇഷ്ടമല്ല. വീണ്ടും യാത്രയാവുകയാണ്. പറഞ്ഞു വരുന്നത് ഗൈസ്, ഇതെന്റെ 30 സബ്സ്ക്രൈബേഴ്സിനുള്ള ഒഫീഷ്യൽ വ്ളോഗാണ്. ഓക്കെ, പിന്നെ ഒന്ന് എന്റെ വാപ്പി, ഒന്ന് എന്റെ ഉമ്മി, പിന്നെ എനിക്ക് മൊത്തം 8 ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ്. ആ 8 ഫ്രണ്ട്സും എന്റെ വാപ്പി, ഉമ്മി, പിന്നെ എന്നെ ഫോളോ ചെയ്യുന്നൊരു ബാക്കിയൊക്കെ എൻ്റെ കസിൻസ് ആണ്. അത്ര പേരേ ഉള്ളൂ. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു 2 പേരെന്തോ ഫോളോ ചെയ്യുന്നുണ്ട്. ഒഫീഷ്യലി ഞങ്ങളെ അറിയാവുന്നവർക്ക്. ഓക്കെ ഗൈസ്, സോ അതായത് നമ്മൾ നേരത്തെ ഇവിടെ എത്തുമ്പോൾ വ്ളോഗ് എടുക്കണമായിരുന്നു. കണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സംസാരിച്ചിട്ട് പോവാം. ഞാൻ ഇന്ന് ഈ സ്പെഷ്യൽ വ്ളോഗ് എടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ 30 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ്. അതെന്റെ അല്ല കേട്ടോ, നോ, നിങ്ങൾ ആരെയും ഞാൻ ഫോഴ്സ് ചെയ്യില്ല. എനിക്ക് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും വേണ്ട. പക്ഷെ ഐ കൺസിഡർ നിനക്കത് മനസ്സിലായില്ലേ? ഓക്കെ, ദി തിങ് ഈസ് ഐ റെസ്പെക്ട് മൈ സബ്സ്ക്രൈബേഴ്സ്, മൈ 30 സബ്സ്ക്രൈബേഴ്സ്. One among them is she. അപ്പൊ നമ്മള് അതായത് രമണ, ഫ്യൂച്ചറിൽ ഞാൻ ഭയങ്കര വലിയ വ്ളോഗർ ആവുമ്പോൾ ഞാൻ ഇത് ഇടൂല, ഞാൻ ഇത് ഡിലീറ്റ് ചെയ്തോളാം. എൻ്റെ 30 സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം ഞാൻ പുറത്തറിയില്ല. ഓക്കെ, ഇത് ഇവളെ ഞാൻ ഇന്ന് ഡിലീറ്റ് ചെയ്ത് കളയും, ശല്യമാണ്. ഇവളെ ഞാൻ എടുത്ത് കളയട്ടെ ഗൈസ്. നിങ്ങൾ കമന്റ് ബിലോ. പിന്നെ ആകെ 2 കമന്റ്, അതിൽ ഒരെണ്ണം അച്ഛനും ഒരെണ്ണം അപ്പവും ഒരെണ്ണം നീയും. ഓക്കെ, ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. സൗണ്ട് ഉണ്ടാക്കാത്ത വടി. ഇത് എവിടെ പോയാലും എൻ്റെ കൂടെയാണ്. ഞാൻ പറഞ്ഞു വിടാനൊക്കെ നോക്കി, പക്ഷെ പോകുന്നില്ല. പക്ഷെ ഞാനാണ് തല, ഇതാണ് വാല് നിന്റെ. നമ്മുടെ അപ്പാർട്ട്മെന്റ് എന്നോട് പോയിട്ടൊരു 1 മണിക്കൂർ 10 മണിക്കൂർ കഴിഞ്ഞിട്ട് കമോൺ എവരിബഡി. ഇന്ന് ഇറക്കി വിടുമെന്നാണ് തോന്നുന്നത്. ഓണറുണ്ട് താഴെ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ട് ഗൈസ്. നിങ്ങളുടെ വീട്ടിൽ പാമ്പുണ്ടെങ്കിൽ കമന്റ് ബിലോ. സോ നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ റൂം. എടി, എന്റെ വ്ളോഗിൽ എന്റെ വാപ്പി ഉമ്മി എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നീ മിണ്ടായിരുന്നാണ്. മുടിയൊന്നും വെട്ടിയില്ല. എന്റെ സ്പ്ലിറ്റൻസ് ഉണ്ടായിരുന്നു വാപ്പി, ഇച്ചിരി തുമ്പൊച്ചു പോലെ വെട്ടി. ഉണ്ടായിരുന്നാണ് എന്നെ വീട്ടിൽ കയറ്റൂല. ഞാൻ സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൻ, യുനോ. പക്ഷെ മുടി വെട്ടാൻ മാത്രം വീട്ടിൽ നിന്ന് പെർമിഷൻ ഇല്ല. എന്നെ കാണാൻ പറ്റില്ല. ഹാരി പോട്ടറിലെ പ്രൊഫസറിനെ കണക്കില്ലേ? നീ മിണ്ടാണ്, എന്റെ കോൺഫിഡൻസ് പോണ്. നീ അങ്ങനെ ഓവറായിട്ട് എന്തൊക്കെയോ പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. ബട്ട് ദ തിങ് ഈസ്, വെള്ളം കുടിക്കണം. ഗുഡ് ഗേൾ. പിഴിഞ്ഞ് കുടിക്കുന്നത് ഇറ്റ്സ് ഗുഡ് ഫോർ സ്കിൻ.
വേറെ എന്തിനൊക്കെയോ നല്ലതാണ്, ഐ ഡോണ്ട് നോ. പക്ഷെ അതൊക്കെ ചെയ്യണം കേട്ടോ. എൻ്റെ 30 സബ്സ്ക്രൈബേഴ്സ് ഞാൻ എടുത്തെടുത്ത് പറയാണ്. ഇത് മിക്കവാറും ഈ ബ്ലോഗ് കഴിയുമ്പോൾ അത് 10 ആവും, 20 ലെഫ്റ്റ് ആവും. ശല്യമാണ്. എൻ്റെ വോയിസ് ഇതിൽ കിട്ടുന്നുണ്ടോ ഗൈസ്? ഞങ്ങൾ റൂമിലെത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷായി. ഇനി എന്താ ബാക്കി കുറച്ച് പരിപാടി കൂടെ ഉണ്ട്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഞാൻ ആക്ച്വലി മറന്നുപോയി. ആ ഓഡിയോ ഒന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മുടി വെട്ടിയതിൻ്റെ കുറച്ച് ഇതാണ്. എനിക്ക് മുടി വെട്ടിയത് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ എന്തോ എൻ്റെ ഫേസിന് ചേരാത്ത പോലെ ഒരു തോന്നലുണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു റിപ്പീറ്റായിട്ട്, എനിക്കത് ചേരുന്നില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ. അപ്പം ജസ്റ്റ് അതൊക്കെയാണ് സംഭവിക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്ളോഗ് എടുക്കാമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചത് ആക്ച്വലി അന്ന് ജോയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ജോ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. പക്ഷെ എനിക്കത് ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ അവളുടെ കൂടെ നിന്നിട്ട് തന്നെ അവൾ വേറെ പുറത്തോട്ട് പോയ ടൈമിലൊക്കെ ഞാൻ ഗിഫ്റ്റൊക്കെ മേടിച്ചായിരുന്നു. മുന്നേ തന്നെ എല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നു എല്ലാം. അപ്പം 12 മണിയായപ്പോൾ അവളിങ്ങനെ വെറുതെ ഇരിക്കും. അവളിങ്ങനെ ഞാൻ മറന്നുപോയി എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവള് റൂമിലിരുന്ന ടൈമിൽ ഞാൻ വന്ന് ജസ്റ്റ് എന്താ കേക്കൊക്കെ അറേഞ്ച് ചെയ്തു, ലൈറ്റ്സൊക്കെ വെച്ചു. ഞാനിങ്ങനെ ഫോട്ടോ എടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തോട്ട് വന്നതാണ്. ജസ്റ്റ് ഒരു കുട്ടി വ്ളോഗ്, ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഡേ എടുക്കാം. അല്ലെങ്കിൽ എന്തായാലും ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ ആദ്യമേ തന്നെ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞത് തന്നെ ഇതാണ്. എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പറ്റുമെങ്കിൽ ഈ ഒരു വ്ളോഗ് എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ഇതിൽ എൻ്റെ ഗിഫ്റ്റ് മാത്രമല്ല കേട്ടോ. ആക്ച്വലി നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. കുറച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു 5-6 പേരുണ്ടാവുന്നില്ല, ഒരു 3-4 പേര്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. പക്ഷേ ലാസ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും ഞാനും ജോയും മാത്രമായിപ്പോയി. അവരൊക്കെ ആരും അടുത്തില്ല. ഇത് വഴി പൊക്കോ, വീട്ടിൽ പൊക്കോ, പൊക്കോ. ഓക്കെ, ഈ അസുലഭ മുഹൂർത്തത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ബ്ലറാവുന്നു, ഒരു സെക്കൻഡേ. പറഞ്ഞോളൂ. അയ്യോടാ, ഇനി ആ ഡോറ് തുറന്നേ, ആ ഡോറ് തുറന്ന്. പറ്റിച്ചേ, ഇനി അടച്ചു. അപ്പൊ മുഹൂർത്തത്തിൽ നിനക്ക് 2 വാക്ക് സംസാരിക്കാം. കുഴപ്പമില്ല, നമ്മൾ ഒറിജിനൽ രൂപം അവരറിയണമല്ലേ. നീ പേര് 30 പേരെ കാണുള്ളൂ, ഗ്യാരണ്ടി. ദയവ് ചെയ്ത് വേറെ ആരും സബ്സ്ക്രൈബ് ചെയ്യരുത്. ഞാനും എൻ്റെ 30 പേരുമായിട്ട് ഹാപ്പിയാണ്. പരിചയമില്ലാത്ത ആരും എൻ്റെ വീഡിയോ കാണുകയും ചെയ്തത്. നമുക്ക് പ്രൈവറ്റ് ആക്കി ഇടാൻ പറ്റുമോ? പുറത്തുനിന്ന് ആരും എൻ്റെ യൂട്യൂബ് കാണരുത് ഗൈസ്. നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്യും. ആൾക്കാർ വിചാരിക്കും നമ്മൾ മറ്റൊന്നും. ഓക്കെ അവര് പോയിട്ട്. ഓക്കെ, അത് കേക്കാടി. ഞാൻ ഇങ്ങനെ കുറച്ച് ബ്ലഷ് ഇട്ടായിരുന്നു. ക്രീമല്ലേ? ക്രീമല്ല, സത്യമായിട്ടും മറ്റേ ഇതുണ്ടല്ലോ, അത് മാറ്റി വയ്ക്കണം. എന്ന് രാവിലെ അടിച്ചു എന്നെ കാണാം ഒരു മേനയില്ല ഗൈസ്. മുടി വെട്ടിയതിന് ശേഷം ഞാൻ ഇനി മുടി വെട്ടിയില്ല കേട്ടോ. അപ്പി വെട്ടിയില്ല, ഞാനും വെട്ടില്ല. മുടിയില്ലേ ഭയങ്കര സ്പ്ലിറ്റൻസ് ഗൈസ്. ഞാൻ ഇവരോട് പറയുന്നു. അപ്പൊ ശരി, എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല, അതാണ് വികാരമില്ലാത്തൊരു ജീവിയാണ്. ബെൽ ബട്ടൺ ഇങ്ങനെയാണ്. ഉള്ളിലുണ്ടോ പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു ജീവിയാണ് ഞാൻ. പപ്പയമ്മയെ മിസ് ചെയ്തു, ജിങ്കിനെ മിസ് ചെയ്തു. ഇതിൽ കൂടുതൽ പറയാൻ പറ്റുന്നില്ല കാര്യമായിട്ട് ബേബി. നമുക്ക് സങ്കടമായി ഗൈസ്. മനുഷ്യത്വം ഉണ്ടോ ഒരാൾ കരയുമ്പോ ഇങ്ങനെ ഇരുന്ന് വ്ളോഗ് എടുക്കാൻ?
രണ്ടോട്ടെന്നെ കൂടെ ഡോർ ഉറപ്പിച്ചു പോയ. അതെ, ഞാൻ ആ ഡോറ് തുറക്കാൻ പറയും, അവള് പാവം. എല്ലാം മുടി വെട്ടിക്കഴിഞ്ഞാൽ എനിക്കങ്ങ് അഹങ്കാരമാണ്. എടി നീ എന്റെ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യും. ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്തിട്ട് വിവോ Y18 കണക്ട് അർഷാന അറ്റ് ഞാൻ മ്യൂട്ട് ചെയ്യും, നിങ്ങൾക്ക് അറിയില്ലല്ലോ. അർഷാന അറ്റ്. പിന്നെ മോർണിംഗ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോയി. പ്രത്യേകിച്ച് സെലിബ്രേഷൻ ഒന്നുമില്ല, ഫുഡൊക്കെ കഴിക്കുക അത്ര തന്നെ. ഗ്രീഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീഷ് വരുന്ന കാര്യം ജോയ്ക്ക് അറിയില്ല. സോ ഗ്രീഷിനെ പെട്ടെന്ന് കണ്ടപ്പോൾ ജോ അങ്ങ് ഞെട്ടി, ആകെ ഡെഡായിരുന്നു. അവൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഗ്രീഷ് വരുമെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു കുട്ടി വ്ളോഗ് ഇത് എടുക്കാനുള്ള മോട്ടിവേഷൻ തന്നെ ജോയുടെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഫ്യൂച്ചറിൽ കാണാം, അവൾക്ക് കാണാം, നമുക്ക് ഇൻ കേസ് പിള്ളേരൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കാണിക്കാം. അത്രയേ ഉള്ളൂ. എൻ്റെ ലൈഫിലാകെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ദേ ആർ പ്രഷ്യസ്. സോ അവരുടെയും ഹാപ്പി മൊമെൻറ്റ്സ് ലൈക്ക് ഫോർ എവർ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ തോന്നിയത് കൊണ്ട്, അതായത് ഫോർ എവർ എനിക്കിത് കണ്ടുകൊണ്ടിരിക്കാമല്ലോ. സോ ദാറ്റ്സ് വൈ ഐ ജസ്റ്റ് ക്യാപ്ചർഡ് ദീസ് മൊമെൻറ്റ്സ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.